Yes, now you see the structure of the cell. If you take one plant cell, it seems to be like this. ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് സെൽ. See, if you see the structure of the cell, actually I told you structure will come like this. ഇങ്ങനെയാണ് ഒരു സ്ക്വയർ പോലെ ഉണ്ടാവുന്നത്. അത് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഒരു സ്ക്വയർ പോലെ ഉണ്ടാകും. See, cell, the structure of the plant cell is a square line. അതിലെ important particles I will explain. Component of the any plant cell. Any cell, either plant cell or animal cell, എല്ലാ സെല്ലിനും outer boundary. അത് എല്ലാത്തിനുണ്ട്. The outer boundary is called cell wall or plasma membrane. Two terms are there. Outer covering is called cell wall or plasma membrane. Plasma membrane. എല്ലാ സെൽ, എനി സെൽ, ഇത് ജനറൽ ആണ്. ഇത് സയൻസിൽ നിങ്ങൾക്ക് ബയോളജിയിൽ സെൽ വാൾ, പ്ലാസ്മ മെമ്പറൈൻ എല്ലാം കോമൺ ആണ്, എല്ലാ സ്ഥലത്തുണ്ട്. ഔട്ടർ കവറിംഗ് എല്ലാം പറയുന്നത് സെൽ വാൾ ഓർ പ്ലാസ്മ മെമ്പറൈൻ. ദെൻ ഇന്നർ പോർഷൻ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ഇതിൽ ഉള്ളിലുള്ള എല്ലാ കോമ്പണന്റ് ടോട്ടലി ഫ്ലൂയിഡ് കോമ്പണന്റ് ഈസ് ദേർ. ദിസ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. See, all the cell consists of a boundary. All the cell have 3 membrane. Some cell have 4 membranes, some are 2 have. But every plant cell and animals have particular boundaries. That boundary is called cell wall. Understand? This cell wall is responsible for allow the materials come inside the cell and outside the cell. Means sometimes some necessary materials. ഇതിലേക്ക് സെല്ലിന് കുറേ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഈ സെൽ വാൾ ത്രൂ ഇതെന്താവും, സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെമ്പറൈൻ ത്രൂ സം മെറ്റീരിയൽസ് വിൽ കം ഇൻസൈഡ് ദ സെൽ, സെയിം വേ ഇറ്റ് വിൽ കം ഔട്ട്സൈഡ് ദ സെൽ. എന്ന് പറഞ്ഞാൽ ഇത് ഇൻസൈഡ് ദ സെൽ എന്ന് പറഞ്ഞാൽ സം പ്രോസസ് കോൾഡ് ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഇതാണ് രണ്ട് പ്രോസസ് ഉണ്ട്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ. ഇതിലാണ് ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായ വാട്ടറോ സാധനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ എനർജി ക്രിയേഷനാണ്. അവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, അത് എനർജി പ്രൊഡ്യൂസ് ആണ്. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാം വരുന്നത് ഈ സെൽ വാൾ ത്രൂ ആണ്. അതിന് പറയുന്ന ഓസ്മോസിസോ ഡിഫ്യൂഷൻ പ്രോസസ് എന്നത് ഇലക്ട്രോമെക്കാനിക്സിനെ, അതാണ് സെൽ വാൾ. പിന്നെ ഈ സെൽ വാൾ നെക്സ്റ്റ് കോൾഡ് പ്ലാസ്മ മെമ്പറൈൻ. Then inside the cell, all the fluid or some particles are there. So many things are there. One is a mitochondria. ഇതിൻ്റെ ഉള്ളിലുള്ള another particle called mitochondria. Very important topic. Mitochondria is very important. Examination point of view. Mitochondria, നിങ്ങൾ എക്സാമിനിൽ എല്ലാ വർഷവും ചോദിക്കേണ്ടത് what is the function of the mitochondria? എന്തെല്ലാം സ്ട്രക്ചർ ഉണ്ട്? See, mitochondria is a very important component of the cell. It is called powerhouse of the cell. Mitochondria is called powerhouse of the cell. Powerhouse. എന്തിനാണ് മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോർം ഓഫ് ATP. It produce or synthesize energy in the form of ATP molecule. ATP means adenosine triphosphate. ഈ മൈറ്റോകോൺട്രിയാണ് എനർജി സിന്തസൈസ് ചെയ്യുന്നത് ഒരു സെല്ലിൽ. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മസിൽ ഉണ്ട്, ഇവിടെ കുറേ സെല്ലുണ്ട്. ഈ സെല്ലിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. നമ്മൾക്ക് വേണ്ട എനർജി ATP, അത് നമ്മൾക്കിപ്പോൾ നമ്മുടെ കൈക്ക് എല്ലാം നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ എനർജി വേണം. നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എനർജി വേണം. ഈ എനർജിയിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസൈഡ് അതിലുള്ള ഏറ്റവും നല്ല അതിലുള്ള കോമ്പണൻ്റാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയാണ് എനർജി സിന്തസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ ഫോം ഓഫ് ATP മോളിക്യൂൾ. ATP എന്ന് പറഞ്ഞാൽ എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. Mitochondria is consists of ATP or powerhouse. It is called the powerhouse of the cell.
examination point of view, examining which is the powerhouse of the cell, mitochondria. Why? Athava, why the mitochondria is called powerhouse of the cell? Exam. Why the mitochondria is called powerhouse of the cell? Mitochondria is called powerhouse of the cell because it produces energy in the form of adenosine triphosphate. അപ്പോൾ അതാണ് മൈറ്റോകോൺഡ്രിയ എങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ അതിലുള്ള ഭാഗങ്ങൾ ക്രിസ്റ്റേറ്റ് മാട്രിക്സ്, രണ്ട് പോർഷൻ ഉണ്ട്. എല്ലാ മൈറ്റോകോൺഡ്രിയ കൺസിസ്റ്റ് ഓഫ് ക്രിസ്റ്റേറ്റ് ആൻഡ് മാട്രിക്സ്. എവറി മൈറ്റോകോൺഡ്രിയ ഹാവ് ക്രിസ്റ്റേറ്റ്, ബ്രാക്കറ്റ് യു റൈറ്റ്, ക്രിസ്റ്റേറ്റ് ആൻഡ് മാട്രിക്സ്. അത് രണ്ട് പാർട്ടാണ്. Then all this is called Golgi bodies. Through Golgi, this is are called Golgi bodies or Golgi apparatus. See, cell plants are also considered Golgi body, Golgi apparatus. Then endoplasmic reticulum. This is called endoplasmic reticulum. Endoplasmic reticulum. Endoplasmic reticulum. There are two types of endocrine component of endoplasmic reticulum. ER, short form ER. നിങ്ങൾക്ക് ഞാനൊരു ട്രിക്സ് പറഞ്ഞു തരാം. ഈ എല്ലാം ഒരു ട്രിക്സ് നിങ്ങൾക്ക് ഇതിനെല്ലാം ഓർമ്മ വെക്കാം. ഒരു സെല്ലിൻ്റെ കോമ്പണൻറ്റ് എങ്ങനെയാണ് ഓർമ്മ വെക്കുക? നിങ്ങൾ ഇതിനെല്ലാം ഓർമ്മ വെക്കാൻ പറ്റില്ല. സെൻട്രൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, റൈബോസോം, ലൈബോസോം, ഗോൾഗി apparatus. See, so many fast studies. How to remember you remember the alphabet. You remember the alphabet C, P, C, G, M. Then you remember like. See, then only you can remember that. Now, it is Golgi apparatus, rough endoplasmic reticulum and smooth endoplasmic reticulum. Two types. This one is a smooth endoplasmic reticulum. Then so many Golgi bodies, so many lysosomes. Lysosome, then lysosomes, ribosome, so many things are there. Ribosomes, liposomes. See, so many things are there. Ribosome, libosome. See, mitochondria, endoplasmic reticulum, rough endoplasmic reticulum, see, smooth endoplasmic reticulum. Then center, it is called a nucleus, very important. This is the nucleus of the cell. The nucleus is very important parts. Nucleus, center consists of nucleus. Nucleus is a part of chromosome. This chromosome is the nucleus. All the nucleus consists of a thread-like structure called chromosome. Each chromosome consists of a two chromatid and centromere. ഈ ക്രോമാറ്റിഡ് ആൻഡ് സെൻട്രോമിയറിലാണ് ഉള്ളത് നമ്മുടെ DNA മോളിക്യൂൾ. അതിലാണ് ജീൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്. ജീൻ, ജെനറ്റിക് മെറ്റീരിയൽ. ജീൻ മീൻസ് എ ജെനറ്റിക് മെറ്റീരിയൽ. ജീൻ ഈസ് ഫൗണ്ട് ഇൻ ദ ക്രോമോസോം. എന്ന് പറഞ്ഞാൽ either chromatid of the chromosome or centromere of the chromosome. Consists of a gene. Actually it is found in the DNA molecule. മനസ്സിലായില്ലേ? ജീൻ എന്ന് പറഞ്ഞാൽ ജെനറ്റിക് മെറ്റീരിയൽ. നമ്മളുടെ ജീൻ എന്ന് പറഞ്ഞാൽ അതാണ് ന്യൂക്ലിയസിലുള്ള ക്രോമോസോമിലുള്ളത് ജീൻ. ഈ ജീൻ കൊണ്ടാണ് നമ്മളെന്താണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഹെറിഡിറ്റി, അതൊരു വലിയ പോർഷൻ ഉണ്ട്. നമ്മുടെ ജീനിലാണ് നമ്മുടെ ഹെറിഡിറ്റി, ഫാദർ ടു സൺ, ഓൾ ദ ക്യാരക്ടർ, ബോഡി സ്ട്രക്ചർ. യു ആർ റിസംബ്ലിംഗ് യുവർ ഫാദർ ഓർ മദർ അല്ലേ? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ വോയിസ് ആണ്. എന്താണ് വോയിസ്? ആരാണ് റിസംബിൾ ചെയ്യുന്നത്? Scientific analysis പറയുന്നു all the boys are resemble mother and uncle or mother's brother or sister. അങ്ങനെയാണ് ആൺകുട്ടികൾ എപ്പോഴും ഉമ്മാന്റെ ബ്രദറോ സിസ്റ്ററോ അങ്കിൾ ഇങ്ങനെ റിസംബിൾ. ഗേൾസ് ആർ റിസംബിൾ ഫാദർ ആൻഡ് ഫാദർസ് ബ്രദർ ലൈക്ക് ദിസ്. അതങ്ങനെയാണ് ഹെറിഡിറ്റി പാസേജ് അങ്ങനെയാണ്. മോസ്റ്റ് നോട്ട് 100%, 90% അങ്ങനെയാണ്. പിന്നെ ചില സഡൻ ചേഞ്ചസ് എല്ലാം ഉണ്ട്. അതിന് കുറേ ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മ്യൂട്ടേഷൻ. അത് വേണ്ട. അപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ എല്ലാ ഹെറിഡിറ്ററി ക്യാരക്ടർ, നമ്മുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്ക് വരുന്നത്, അഥവാ ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് ഇങ്ങനെ വരുന്നത്, ഇതെല്ലാം ജീനാണ്. ജീൻ എന്ന് പറയുന്ന സാധനമാണ്. ജീൻ ഈസ് എ ജെനറ്റിക് മെറ്റീരിയൽ, ട്രാൻസ്ഫർ ക്യാരക്ടർ ഫ്രം ഫാദർ ടു സൺ ഓർ ഫാദർ ടു ഡോട്ടർ.
അണ്ടർസ്റ്റാൻഡ്. ആ ജീനാണ്. ഈ ജീൻ ഉള്ളത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ന്യൂക്ലിയസിലല്ല, എല്ലാ ന്യൂക്ലിയസ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ സെല്ലാണ്, പ്ലാന്റ് സെല്ലിലും അനിമലായാലും. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമോസോം ഉള്ളത്, ക്രോമോസോമിലാണ് ജീൻ ഉള്ളത്. അണ്ടർസ്റ്റാൻഡ്. ജീൻ എന്ന് പറഞ്ഞാൽ അത് ജനറ്റിക് മെറ്റീരിയൽ, അതിൽ കുറേ DNA മോളിക്യൂൾസ് ഉണ്ട്, എഡിനോസിൻ, ഗുവാനിൻ, എഡിനോസിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്രാസിൻ, അതെല്ലാം DNA പാർട്സ് ആണ്. അത് വേണ്ടത് ജസ്റ്റ് നിങ്ങൾ ജീൻ എന്ന് പറയുന്ന മെറ്റീരിയൽസ് പഠിച്ചാൽ മതി. അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്. ദെൻ ന്യൂക്ലിയസ് ആർ ഡിവൈഡിങ്, ഡിവിഷൻ എല്ലാം ചെയ്യുന്നത് മൈറ്റോസിസ്, മിയോസിസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഡിവൈഡ് ആവും. ചിലപ്പോൾ ഒരു സൈഡിലേക്ക് പോകും. അതെല്ലാം നെക്സ്റ്റ് ക്ലാസ് പഠിക്കാൻ. താങ്ക് യു.